കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പരമാവധി ഷെയർ ചെയ്യാം. അതെ, നമുക്ക് വേറെ സഹായങ്ങളൊന്നും വേണ്ട. നമ്മുടെ അധ്വാനം ഒന്ന് വിറ്റ് പോകാനായിട്ടുള്ള കാര്യങ്ങള് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി അല്ലേ. 4 തരം മണ്ണുണ്ടെങ്കിലും നമുക്ക് നല്ല ബലം ഉണ്ടാവുള്ളൂ. കോൺക്രീറ്റ് റിങ്ങുമ്പോ വെള്ളം ചൊയ്പ്പുണ്ടാവും, പിന്നെ ഒരു പാട പോലെ നിക്കുണ്ടാവും. അപ്പൊ ആൾക്കാരൊക്കെ വിളിച്ചിങ്ങനെ പറയാറുണ്ട് കോൺക്രീറ്റ് റിങ്. എല്ലാവർക്കും നമസ്കാരം കേട്ടാ. ഞാനിപ്പോ ഉള്ളത് തൃശ്ശൂർ ജില്ലയില് മങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. മങ്ങാടിന്ന് ഒരു ഉണ്ണിയേട്ടൻ എന്നെ കുറച്ച് ദിവസങ്ങളായി വിളിച്ചുകൊണ്ടിരിക്കണം. അതെ, ആ കാണുന്നതാണ് കേട്ടാ ഉണ്ണിയേട്ടന്റെ വീട്. ഇത് ഉണ്ണിയേട്ടന്റെ ഒരു തൊഴിൽ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് കാണിക്കാനായിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് ചെയ്യണത്. അപ്പൊ അദ്ദേഹത്തിനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. അദ്ദേഹം എവിടെയുണ്ട്? ഉണ്ണിയേട്ടാ നമസ്കാരം. നമസ്കാരം. എന്ത് വിശേഷം? വിശേഷം നല്ല വിശേഷങ്ങൾ തന്നെ. കളിമണ്ണ് റിങ്ങിന്റെ ഒരു വീഡിയോ ചെയ്തു തരും അനൂപേ എന്ന് ചോദിച്ചിട്ടല്ലേ എന്നെ വിളിച്ചേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് അത് ചെയ്യാം. അപ്പൊ ഇപ്പൊ അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? അപ്പൊ ഈ ഉണ്ണിയാന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന മറ്റൊരു ചേട്ടനാണിത്. എന്താ പേര് ചേട്ടാ? രാജേഷ് അല്ലേ? പിന്നെ ഇതാരായിരുന്നു? രാജൻ. ഓക്കെ, നിങ്ങൾ 3 പേരാണ് കൂടെ ഉള്ളത് അല്ലേ? അപ്പൊ ഇതെവിടെയാ സ്ഥലം ചേട്ടാ? കറക്റ്റ് സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടില് മങ്ങാട് അല്ലേ സ്ഥലത്താണ്. റിങ്ങുകളുടെ ഒക്കെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരൂ. 3 ഉണ്ട്, 5 ഉണ്ട്, 7, 9 അങ്ങനെ 4 സൈസ് റിങ്ങാണ് ഉള്ളത്. ഇതിപ്പോ ചോള വെക്കാത്ത റിങ്ങാണ്. ഇത് ചൂള വെക്കാത്താണല്ലേ? ചോള വെക്കാത്ത. എത്ര ചേട്ടാ സൈസ്? ഇത് 9ന്റെ. 9 അല്ലേ? ഇത് 7ന്റെ ആണ്. പിന്നെ ഇത് 5ന്റെ. ഞാനിവിടെ വന്നപ്പോ ശ്രദ്ധിച്ചൊരു കാര്യം, ചേട്ടൻ ഒരു ഒറ്റമുറി വീടാണല്ലോ ചേട്ടാ? അതെ അതെ, ഒറ്റമുറി വീടാണ്. ഈ ഒരു വീട്ടിലാണോ ചേട്ടാ? അതെ അതെ, ഈ വീട്ടിലാണ് ഇപ്പൊ താമസം. ശരി. അപ്പൊ ഇവിടെ മിഷനൊന്നും വേണ്ടിട്ട് എഴുതി കൊടുത്തിട്ടില്ല ചേട്ടാ? ഒരു പ്രാവശ്യം കൊടുത്തിണ്ടായി, ലൈഫിൽ കൊടുത്തിണ്ടായി. ശരിയായില്ല. ഇല്ല. കിട്ടുന്ന പറയണ്ട? കിട്ടുന്ന അന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ പിന്നെ അതിന്റെ ഇതൊന്നും ഇല്ല, അപ്ഡേഷൻ ഒന്നും ഇല്ല അല്ലേ? കുഴപ്പമില്ല, ശരിയാ. ട്രോഫികൾ ഇരിക്കണ്ടല്ലോ അതിന്റെ അകത്ത്. അത് മൂത്തോള് ഡാൻസ് കളിച്ചിട്ടേ കൊടുന്ന ട്രോഫികള്. നന്നായി ഡാൻസ് കളിക്കില്ലേ? റിങ് അടിക്കാനായിട്ട് 4 സൈസ് മണ്ണാണ് ഉപയോഗിക്കുക. അങ്ങനെ 4 തരത്തിലുള്ള മണ്ണ് ചേട്ടാ ഉപയോഗിക്കുന്നുണ്ട്. റിങ് അടിക്കാനായിട്ട് 4 തരം മണ്ണുണ്ടെങ്കിലും നമുക്ക് നല്ല ബലം ഉണ്ടാവുള്ളൂ. ആദ്യം നമ്മള് ഫൈബർ പഞ്ഞെടുക്കും, അതില് മണ്ണിട്ട് മിക്സ് ചെയ്തിട്ട് അടിയില് നമ്മള് ഒരു വരി ഇങ്ങനെ വെക്കും, പിരി പോലെ വെക്കും. ഡൈയുടെ മുകളില് നമ്മള് ഓയിൽ പറ്റെടുക്കും. മണ്ണെടുത്ത് സ്ലാബ് അടിച്ച് ഇതിലേക്ക് പ്രസ് ചെയ്യും, ഡൈയിലേക്ക് പ്രസ് ചെയ്തിട്ട് അടിയ റിങ് നമ്മള് ഡൈ എടുക്കും. ഡൈ എടുത്തതിന് ശേഷമാണ് നമ്മൾ ബീഡിങ് വെക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഏറ്റവും ഒടുവില് നമ്മള് ഒരു റിങ്ങിന്റെ രൂപത്തിലേക്ക് നമ്മൾ പറഞ്ഞപ്പോ ഉണ്ടാക്കിയല്ലേ? അതെ, ചൂളയില് വെന്ത സാധനമാണിത്. ഇതിനൊരു കംപ്ലൈന്റ് വരില്ല. ഇതിപ്പോ നമ്മള് കിണറ്റിൽ ഇറക്കി കഴിഞ്ഞാല് ഇതിന്റെ സൈഡില് മെറ്റലിട്ട് ഫില്ല് ചെയ്യും. നമ്മള് കാലാകാലത്തോളം അവിടെ നിന്നോളൂല്ലേ? മറ്റു കോൺക്രീറ്റ് റിങ്ങിനേക്കാളും ഇതെന്തുകൊണ്ട് അത്രയും ഗുണം? കോൺക്രീറ്റ് റിങ് ആകുമ്പോ വെള്ളം ചൊയ്പ്പുണ്ടാവും, പിന്നെ ഒരു പാട പോലെ നിക്കുണ്ടാവും. അപ്പൊ ആൾക്കാരൊക്കെ വിളിച്ചിങ്ങനെ പറയാറുണ്ട് കോൺക്രീറ്റ് റിങ് പാടയുണ്ട്, അപ്പൊ വെള്ളം നന്നാവണം. അപ്പൊ അതിന്റെ ഉള്ളിൽ ഞങ്ങൾ ഇത് ഇറക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വെള്ളം നിലവിലുള്ള കോൺക്രീറ്റ് റിങ് അതിന്റെ ഉള്ളിൽ ഇത് ഇറക്കി സെറ്റ് ചെയ്യും. ക്ലിയർ ആവും. വെള്ളം ക്ലിയർ ആവും. ഇതിപ്പോ ഉള്ളില് ചട്ടുകള് ഇട്ടുണ്ട് ഇതിന്റെ ഉള്ളില്. അപ്പൊ അത് നമ്മള് ചോള വെക്കുമ്പോ ഇതിന്റെ ഉള്ളില് ഫില്ലായിട്ട് നിക്കണം, അല്ലെങ്കിൽ തീയ പാളി പോവുള്ള. അപ്പൊ അതിന് തിക്കൻസ് ആയിട്ടാണ് ഈ ചട്ടുകള്, പൊട്ടിയ ചട്ടുകളൊക്കെ ഉള്ളിലേക്ക് വെക്കും. ഇതിപ്പോ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞാ? ഇതിപ്പോ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോ ചോളന്ന് എടുക്കാണ്. ഇതിപ്പോ പക്ക നല്ല ബലം ഉണ്ടാവും പറയണേ? ഇതിപ്പോ നല്ല ബലം ഉണ്ടാവും. ഒന്ന് കാണിച്ചു തരാം. ബലം ഇതിപ്പോ കിണറ്റിലിറക്കി വെച്ച് കഴിഞ്ഞാൽ ആജീവനാന്ത ബലം നിന്നോളും. ഇതിന് അങ്ങനെ ഒരു ടൈം പീരീഡ് ഉണ്ട്, ഇത്ര കാലം നിക്കുള്ളൂ അങ്ങനെ? ഇല്ല, ആജീവനാന്ത കാലം നിൽക്കും. വെച്ചാ മതി. ഇത് വെച്ച് നമ്മള് സൈഡിൽ മെറ്റലിന്റെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നോളും. അതെ, പിന്നെ ഭാഗത്തേക്ക് നോക്കണ്ട, കിണറിന്റെ ഭാഗത്തേക്ക് നോക്കണ്ട. പിന്നെ അത്രയ്ക്കും നല്ല ബലമുള്ള സാധനം. വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഒരാൾ ഇങ്ങോട്ടേക്ക് കളിച്ചിരിച്ച് ഓടി വന്നത്. എന്താ പേര് ദീപിക. ചേട്ടന്റെ എത്രാമത്തെ കുഞ്ഞേട്ടത്? ഇത് മൂന്നാമത്തെ ആളല്ലേ? മൂത്താള് ദേവിക, രണ്ടാമത്തത് വേദിക, മൂന്നാമത്തെ ദീപിക. 3 പെൺകുഞ്ഞുങ്ങളല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നമ്മുടെ ഉണ്ണിയേട്ടന്റെ ആ ഒരു സംഭവങ്ങൾ. കുറെ റിങ്ങുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയ കാര്യമായിട്ടുള്ള കച്ചവടം നടന്നിട്ടില്ലെന്ന് പറയണല്ലേ ഉണ്ണിയേട്ടാ? കച്ചവടം നടന്നിട്ടില്ല അല്ലേ? അപ്പൊ അതിന്റെ ഒരു സപ്പോർട്ടിന് വേണ്ടിട്ടാണ് എന്നെ വിളിച്ചത് അല്ലേ? അതെ. ഇതിപ്പോ ഈ വീട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആയിട്ട് എത്ര കാലമായി ചേട്ടാ? ഇതിപ്പോ 7 മാസം കൂടായി. 7 മാസമായി അല്ലേ? ഞാൻ വാടക വീട്ടിലായിരുന്നു. അപ്പൊ ഈ വീടൊക്കെ ഒന്ന് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ വിറ്റ് പോകണം. വീടൊക്കെ ശരിയാക്കണം വെച്ചാൽ അതൊക്കെ ഒന്ന് വിറ്റ് പോയാ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടങ്ങളാണ്.
കടകളാണ്. ആ, ഇതൊക്കെ കടം മേടിച്ചിട്ടാണ് നമ്മൾ ഇത്രയും മണ്ണൊക്കെ ഇറക്കി ചെയ്തിട്ടുള്ളത് അല്ലേ? ഇറക്കി ചെയ്ത് പണിക്കാർക്ക് പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പരമാവധി ഷെയർ ചെയ്യാ, എല്ലാവരും എത്തിക്കുക, ഷെയർ ചെയ്ത് എത്തിക്കുക. എല്ലാവരും ഷെയർ ചെയ്ത് ഇതൊക്കെ വിറ്റ് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം എല്ലാവരും ഉണ്ടാക്കിയാൽ മതി അല്ലേ? അതെ അതെ അതെ. അതെ, നമുക്ക് വേറെ സഹായങ്ങളൊന്നും വേണ്ട. വേറെ നമ്മുടെ ഈ അധ്വാനം ഒന്ന് വിറ്റ് പോകാനായിട്ടുള്ള കാര്യങ്ങള് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി അല്ലേ? അപ്പൊ എന്തായാലും സുഹൃത്തുക്കളത് ഇവിടെ നമ്മുടെ ചേട്ടന്റെ ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ കുറെ സാധനങ്ങൾ ഇങ്ങനെ ആള് വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ആ ചേട്ടന്റെ വീട്. അപ്പൊ ആളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആളുടെ ഈ റിങ്ങുകളൊക്കെ വിറ്റ് പോയാൽ തന്നെ ആളുടെ കുടുംബം മുന്നോട്ട് പോകുള്ളൂ. 3 കുഞ്ഞുങ്ങളല്ലേ? 3 കുഞ്ഞുങ്ങൾ. എല്ലാവരും 2 പേര് സ്കൂളിൽ പോയില്ലേ? 2 പേര് സ്കൂളിൽ. ഒരാള് അവിടെ തൊട്ടിലാണ് നല്ല ഉറക്കായി അല്ലേ? അപ്പൊ എന്തായാലും എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കാം. അത് നമ്മള് കേരളത്തിൽ എവിടെ വേണിച്ചാലും വിളിച്ചാൽ നമ്മള് ചെയ്തു കൊടുക്കും. എവിടെയാണെങ്കിലും പോയി ചെയ്ത് കൊടുക്കും അല്ലേ? ചെയ്തു കൊടുക്കും. അപ്പൊ ചേട്ടന്റെ നമ്പറും വിവരങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പൊ കേരളത്തിലെ എവിടെയാണെങ്കിലും ഉണ്ണിയേട്ടൻ വന്നിട്ട് റിങ്ങുകള് ചെയ്തു തരും. ഇതൊക്കെ ഇതാണ് ചൂളാട്ടാ ഉണ്ണിയാണ്ട്. ഈ ചൂളയിൽ വെച്ചിട്ടാണ് ഒരുപാട് പണിയെടുത്തിട്ടാണ് ഈ സംഭവം ചെയ്യണത്. അപ്പൊ കുറെ കാലമായിട്ട് ഇങ്ങനെ ചെയ്യല് മാത്രമേ ഉള്ളൂ. ഇതൊന്നും വിറ്റ് പോടില്ല എന്ന് കണ്ടപ്പോഴാണ് എന്നെ വിളിച്ചത് അല്ലേ? എന്തായാലും എല്ലാവരും ഹെൽപ്പ് ചെയ്യും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം.